ഹായ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു ഫൈൻഡ് യുവർ കാർമിക് പാർട്ട്ണർ. ഈ ഒരു സമയം വളരെ നല്ലതായിരിക്കും. കാർമിക് ആണോ, നിങ്ങൾക്ക് ഏത് പാർട്ട്ണറാണ് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ സാറ്റേൺ ആൻഡ് നെപ്റ്റ്യൂണിൻ്റെ ഒക്കെ റിട്രോഗ്രേഡാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ശരിക്ക് കാർമിക്കിൻ്റെ ആ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആരാണ് കൂടുതൽ ട്രിഗർ ചെയ്യുന്നത് അവരാണ് നിങ്ങളുടെ കാർമിക് പേഴ്സൺസ്. അങ്ങനത്തെ ഒരു കാർമിക് പാർട്ട് നിങ്ങളുടെ ഉള്ളിലും ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളത് ഹീൽ ചെയ്യുമ്പോൾ ആ ഒരു നമ്മളുടെ ഉള്ളിലത്തെ കംപ്ലീറ്റ്ലി അത് ഹീൽ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള പേഴ്സൺസ് ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ അവരായിട്ട് സ്വന്തം ചോയ്സോടെ വിട്ടുപോകാനോ, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇൻ്റർവെൻഷനിലൂടെ മേ ബി ഡെത്തോ, അല്ലെങ്കിൽ മേ ബി അവരുടെ ക്യാരക്ടർ ചേഞ്ച് ആവാനുള്ള ചാൻസസും ഉണ്ട്. അത് എങ്ങനെയാണോ നമ്മളുടെ ഡെസ്റ്റിനി പോലെ നമ്മൾ എഴുതി വന്ന പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ കാർമിക് പാർട്ട്ണർ ആണോ എന്ന് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ മാക്സിമം എല്ലാ കാർമിക് പാർട്ട്നേഴ്സും എൻ്റെ ക്ലയൻസ് മെസ്സേജ് ചെയ്യാറുണ്ട്. പേഴ്സണലി എനിക്കും ആ ഒരു അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ കാർമികമായിട്ടുള്ളവരൊക്കെ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിക്കോസ് ആ ഒരു എനർജി അവരിലേക്ക് അത്രയും ക്രൂഷ്യലായിട്ട് എത്തുന്നുണ്ട്. സോ അവർക്ക് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവർ ആ വയലൻ്റ് എനർജി അവർക്ക് പെട്ടെന്ന് എത്തും. ബിക്കോസ് അവർ ഓറ പ്രൊട്ടക്റ്റഡ് അല്ല. അവർക്ക് ഈ ഒരു ഓറയാണ് പോയിട്ട് ഈ ഒരു ഡിവൈൻ ലൈറ്റ് അങ്ങനെ ഒന്നിനെ കുറിച്ച് അവെയർ അല്ല. 3D മെട്രിക്സിൽ അകപ്പെട്ട് നിൽക്കുക അവർ കൂടുതലും. മേ ബി ആൽക്കഹോളിക് ആയിട്ടുള്ളൊരു ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം. അതൊക്കെ അവർക്ക് ശരിക്കും ഈ ആൽക്കഹോളിക് ആയിട്ടൊക്കെ ഒരു പേഴ്സൺ വരുന്നുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ടൈമിൽ അല്ലെങ്കിൽ അവരൊരു ബർത്ത് എടുക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന കുറച്ച് കേഴ്സസ് പറയില്ലേ, ശാപം എന്ന് പറയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോളോട് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് ഇവർ ഏറ്റെടുക്കുകയാണ്. ഞാൻ ചെയ്തിട്ട് അത് വീട്ടാം, ആ കടം ഞാൻ വീട്ടാന്ന് പറയണം. അപ്പോൾ ആ കാര്യങ്ങൾ ഇവർ സോളിനെ അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ ബോഡിക്കാണ് അത് അറിയാത്തത്. അപ്പോൾ ആ ഒരു ഓർമ്മകൾ വരുമ്പോൾ നമുക്ക് ആ പ്രഷറിൽ ആണ് അവർ ആ ഒരു ഇതിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ അഡിക്ഷൻസിലേക്കും ഈ ആൽക്കഹോളിക്കും അങ്ങനെ അതിലേക്ക് പോകുന്നത്. അപ്പോൾ ആ കുറച്ച് നേരത്തിന് അത് ഓർമ്മ വരുന്നില്ലല്ലോ. അതാണ് കൂടുതൽ ആൽക്കഹോളിക് അഡിക്ഷൻസും ഒക്കെ വരാൻ ചാൻസസ് കൂടുതൽ. അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നെ എടുക്കുകയാണ് അവരുടെ ലൈഫ് ഹോമിച്ചിട്ട്. ഓക്കെ, ശരിക്കും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും അവർക്ക് നല്ല വൈബ്രേഷൻസ് കൊടുക്കുക, അവർക്ക് ശാന്തതയാവട്ടെ, അവർ ഒരു എന്താ പറയുക, ഒരു പീസ്ഫുൾ സോളാണ്. എപ്പോഴും പറയാം ദേ ആർ പീസ്ഫുൾ സോൾ, അവർ പീസ്ഫുൾ സോൾ. അങ്ങനെ ഒരു പീസ്ഫുൾ സോൾ അവരെ ആ ഒരു തേർഡ് ഐയിലേക്ക് പോകുന്നത് വിഷ്വലൈസ് ചെയ്യുക. അവരിങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വയലൻ്റ് ആകുമ്പോൾ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ മെല്ലെ 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 അവരത് നോർമൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ ഡു. ഓക്കെ, അപ്പോൾ കാർമിക് ആണോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്ന് അറിയാം ഏറ്റവും കൂടുതൽ ഈ ഒരു സമയം നിങ്ങൾക്ക് കാണിച്ചു തരും. ആരാണോ കാർമിക്, ആരാണോ ട്വിൻ ഫ്ലെയിം, ആരാണോ നിങ്ങളുടെ സോൾമേറ്റ് എന്ന്. എല്ലാവരുടെ ക്യാരക്ടേഴ്സും ഈ ഒരു സമയത്ത് മാസ്ക് ഒക്കെ അഴിയുന്ന സമയമാണ് എല്ലാവരുടെയും. എത്ര നാൾ മാസ്ക് വെച്ച് നടന്നാലും എല്ലാവരുടെ ട്രൂ കളേഴ്സും അറിയും. അതാണ് ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ കൂടുതൽ കാർമിക് ക്ലിയറൻസസ് നടക്കുന്ന സമയമാണ്. അപ്പോൾ DMs അവരുടെ പാർട്ട്ണറാണ് സൂപ്പർ, അല്ലെങ്കിൽ അവരാണ് അവരുടെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ എന്നൊക്കെ വെച്ച് ഇരിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് കൂടുതൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു കളേഴ്സ് കാണാൻ സാധിക്കും. അവരുടെ കറക്റ്റ് സ്വഭാവം ഫാമിലിയെ ഒപ്പോസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ലീവ് ചെയ്ത് പോയതെങ്കിൽ ഫാമിലിയുടെ ശരിക്കുമുള്ള ചിന്താഗതി പുറത്തേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ചാൻസസ് മാത്രമല്ല, എന്തായാലും സംഭവിക്കും. ഈ 5 months അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അതും ഈ ഒരു കൊല്ലം സാറ്റേണിൻ്റെ ഒരു കൊല്ലമാണ്. അപ്പോൾ എന്തൊക്കെ കാർമിക് കാര്യങ്ങളുണ്ടോ അത് എൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്താണ്. കുറേ പേര് തീരെ ഈ ഒരു കാർമിക് ബന്ധത്തിൽ നിന്നിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ എനർജി നശിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാനുള്ളൊക്കെ ഓപ്ഷൻസ് യൂണിവേഴ്സ് തരും. അത് നമ്മളും വർക്ക് ചെയ്യണം. നമ്മൾ പിന്നെയും അവരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ചിലവർ ടാരോ റീഡിങ് എടുക്കാൻ വരുമ്പോൾ പറയും ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ്, എനിക്ക് ഇത്ര എമൗണ്ട് പേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ബിക്കോസ് ഞാൻ വേറെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കും, അതിനവർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അവരത് യൂസ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവരുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല. ഇതിങ്ങനെ സ്റ്റക്ക് എനർജി ആയിട്ട് പോകും. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, വർക്ക് ചെയ്യൂ. ആദ്യം കുഞ്ഞു രീതിയിലായിരിക്കും ഏണിങ് വരെ, പക്ഷേ ഒരു ഡിവൈനെ കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആവാനും അതൊരു വേറെ എനർജിയാണ്. സ്വന്തമായിട്ട് ഏൺ ചെയ്ത് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാകുമ്പോൾ അതൊന്നുകൂടിയും ഒരു സ്വീറ്റർ ആയിരിക്കും നമുക്ക്.
കാരണം എനിക്ക് എൻ്റെ ഡിവൈൻ്റെ പ്രസൻസ് ഞാൻ ഫീൽ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഫിനാൻഷ്യലായിട്ടുള്ള കുറച്ച് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട്, നമ്മളും എത്ര ഹീലറായെന്ന് പറഞ്ഞാലും ഒരു ചില സ്റ്റേജിൽ ഞാനും ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ബിക്കോസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, യൂണിവേഴ്സിൻ്റെ അത് വേറെ ആരുമില്ല. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ മനസ്സിനൊക്കെ അങ്ങനെ കരയുന്ന പേഴ്സൺ അല്ല, അത്രയും ഡൗൺ മാത്രമാണ് ഡൗൺ. ആ ഒരു സമയത്ത് ഒന്ന് ഉള്ളു പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് യൂണിവേഴ്സ് വരും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും റീഡിങ്സോ എന്തെങ്കിലും ഫിനാൻസ് ഗെയിൻ ആവുന്ന കാര്യങ്ങൾ അപ്പോൾ കൊണ്ടുവരും. അപ്പോൾ പലപ്പോഴും എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ ഇരുന്ന് കാര്യമൊക്കെ ചെയ്ത സമയത്ത് അപ്പോൾ എനിക്ക് പേഴ്സണൽ റീഡിങ് അല്ലെങ്കിൽ ആ റീഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിനാൻസ് അതെങ്ങനെയാണെന്ന്, കാരണം നമ്മളൊക്കെ യൂണിവേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട്. അതാ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പെട്ടെന്ന് എഫക്റ്റ് ആവും, നമ്മൾ പറയുന്നതൊക്കെ നടക്കും. കാരണം ഡിവൈൻ്റെ പ്രസൻസസ് ഉള്ളൊരു ജേണിയാണിത്. എനിക്ക് കുറേ പ്രാവശ്യം ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വേദനിക്കുമ്പോൾ അപ്പോൾ ആ മൊമെൻറ്റിൽ, കാരണം യൂണിവേഴ്സിന് എന്നെ അങ്ങനെയായിരിക്കും ഹാപ്പി ആക്കാൻ ആ മൊമെൻറ്റിൽ പറ്റുന്നുണ്ടായിരിക്കാം. വേറെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ തരാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ഡിവൈൻ്റെ പ്രസൻസ് ഉള്ള ജേണിയാണ്. നിങ്ങളൊന്ന് ഡിവിനിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യും. ഇപ്പോഴും കുറേ പേര്, അത് സ്റ്റാർട്ടിങ് എനർജി ഉള്ളവരായിരിക്കും യൂണിയൻ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ടാരോ റീഡിങ് ലൈവിൽ കാണുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് വരുന്ന ആൾക്കാർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് ഞാൻ വിചാരിക്കാം. പക്ഷേ മിക്കവർക്കും എൻ്റെ DM എന്താ ചെയ്യുന്നത്, DM അവേക്കനിങ് ആയോ, അല്ലെങ്കിൽ അവരിപ്പോൾ എന്താ ചെയ്യുന്നത്, കാർമിക്കിനായിട്ട് ഇപ്പോൾ എന്താ ഒരു വർത്തമാനം പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് തേർഡ് പാർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ DM ആ തേർഡ് പാർട്ടീനെ ചൂസ് ചെയ്ത് അവരവിടെ സൂപ്പറായിട്ട് ജീവിക്കും. നിങ്ങൾക്ക് ലൈഫും കിട്ടില്ല, ഉള്ള ലൈഫ് നിങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയും അവിടെ സംഭവിക്കുന്നുള്ളൂ. എപ്പോഴാണോ ഒരാളിൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ മാത്രമാണ് ലൈഫ് ചേഞ്ച് ആവുന്നുള്ളൂ. ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെന്ന് വെച്ചാൽ അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അത്രയും പെയിൻ കിട്ടിയാൽ മാത്രമല്ലേ നമ്മൾ ഡിഗ് ചെയ്ത് പോവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരു പേഴ്സൺ തന്നിട്ടുള്ളത്, അല്ലാതെ മാരേജ് ലൈഫല്ല. അങ്ങനെ ഒരു മാരേജ് ലൈഫാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾ ഈ ജേണിയിലല്ല. നിങ്ങൾക്ക് 3D ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന കാര്യം, ട്വിൻ ഫ്ലെയിം അല്ലാത്തവരും വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിൽ അതിങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട് യൂട്യൂബിലൊക്കെ. എത്ര പേര് ഞാൻ നോക്കുമ്പോൾ ട്വിൻ ഫ്ലെയിം ജേണി പോലും അല്ലാത്ത ആൾക്കാർ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചിട്ട് പറയുന്നത്. ഞാൻ ചിന്തിക്കും, ദൈവമേ, ഇതിൽ കടന്നു പോയിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. മീൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യം എങ്ങനെയാണ് ഒരാൾ വീഡിയോ കേട്ടിട്ടൊക്കെ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കാം. കാരണം കുറേ പേര് ട്വിൻ ഫ്ലെയിം നിൽക്കുമ്പോൾ തന്നെ വ്യൂസ് കൂടുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. കുറേ പേര് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നല്ല എനർജി ഉള്ളവരെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ്, നിങ്ങൾ എനർജി ഹൈ ആകുമ്പോഴാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, എല്ലാവരും അവരിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങൾ ഇൻഡിപെൻഡൻ്റായി ജീവിക്കുക. എല്ലാവരുടെ ജേണിയും സിംഗിൾ ജേണിയാണ്. ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉണ്ട്. അപ്പോൾ അതിലാരും കൂട്ടും ഉണ്ടാവില്ല, ട്വിൻ ഫ്ലെയിം കൂട്ടുണ്ടാവില്ല. ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഹീൽ ചെയ്തിട്ട് ഇന്നർ വർക്ക് ചെയ്ത്, പിന്നെ ഒരു കാര്യം, സിംറ്റംസിൻ്റെ കാര്യം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു, ലൈവിൽ. ഡ്രൈനെസ് ഒക്കെയാണ് കൂടുതൽ വരുന്നുണ്ടാവും. നന്നായിട്ട് വെള്ളം കുടിക്കുക, ഭയങ്കരമായിട്ട് എനർജി അങ്ങനെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ കാരണം കർമ്മ ക്ലെൻസിങ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. നല്ല രീതിയിൽ കൂടുതലായിട്ട് ഡീഹൈഡ്രേഷൻ വരുന്നുണ്ടെങ്കിൽ ഹൈഡ്രേറ്റഡ് ആക്കുക. സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കാൻ പറ്റും, നല്ല കാര്യങ്ങളൊക്കെ കഴിക്കുക. സോറി, എൻ്റെ സാലിഗ്രാം എൻ്റെ കയ്യിൽ നിന്ന് വീണതാണ്. ഞാൻ എപ്പോഴും അത് കയ്യിൽ വെക്കാറുണ്ട്. എനിക്ക് എന്തോ ഈ ഒരു സ്റ്റോൺ ഭയങ്കര പ്രത്യേകത തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഒരു കല്ലാണ് ഈ ഒരു സാലിഗ്രാം പോലെ വന്നിട്ടുള്ളത്. അത് എത്ര കൊല്ലങ്ങൾ എടുത്തിട്ട് അത് എൻ്റെ അടുത്തേക്ക് ശിവൻ്റെ ടെമ്പിളിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മല്ലംകുഴി എന്നുള്ളൊരു ശിവ ടെമ്പിൾ ഉണ്ട് അക്കിക്കാവ് ഭാഗത്ത്. കുഞ്ഞി വെള്ളച്ചാട്ടം, അവിടെ ഒരു പാറപ്പുറത്താണ് ഈ അമ്പലം. നല്ല രസമാണത്. അവിടെ നിന്ന് എൻ്റെ അനിയനും എനിക്ക് എടുത്തു കൊടുത്തതാണ്. ഞാൻ അപ്പോൾ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതാ ചേച്ചിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. ഇത് പ്രത്യേക ഒരു രസമാണ് ഈ ഒരു ഇത്. ഞാനിതിൻ്റെ ഹാർട്ട് ചക്രയിൽ വെച്ചിട്ട് ഇങ്ങനെ അഫോമേഷൻസ് ഒക്കെ പറഞ്ഞ് ഹീൽ ചെയ്യാറുണ്ട്. നല്ല തണവാണ് എപ്പോഴും ഈ ഒരു സ്റ്റോൺ. എനിക്കെന്തോ ഭയങ്കര പ്രത്യേകത തോന്നിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സ്റ്റോണിനേക്കാളും ഇത് നമുക്ക് എത്ര വർഷങ്ങൾ എടുത്തിട്ടുണ്ടായതാണ്. ആ ഒരു ശിവൻ്റെ പ്രസൻസൊക്കെ ഉണ്ടായിരിക്കും എന്നൊരു ഫീൽ എനിക്ക് തോന്നി. മല്ലംകുഴി എന്നാണ് ശിവൻ്റെ, മേ ബി അതിന് സ്റ്റോറി, എനിക്ക് എന്തോ നല്ല സ്റ്റോറി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എവിടെയോ കേട്ടു, കറക്റ്റ് ഓർമ്മയില്ല. ശിവൻ്റെ എന്തെങ്കിലും ഒരു ഫോമിൽ നിന്നുണ്ടായതായിരിക്കും. ഇങ്ങനെ പാറപ്പുറത്താണ് അമ്പലം, അതെന്നും തുറക്കൊന്നുമില്ല. അത് എന്തൊക്കെ സമയമുണ്ട് അപ്പോൾ മാത്രമാണ് ഓപ്പൺ ആവുന്നത്. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് പോകും. കുഞ്ഞു ആ ഒരു അമ്പലത്തിൽ താഴെയായിട്ട് കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ട്, അതിലൊക്കെ നമുക്ക് സ്വിം ചെയ്യാം. അങ്ങനെയൊക്കെ കുഞ്ഞു സ്പോട്ടായിട്ട് കുറേ പേര് വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. അമ്പലത്തേക്ക് കയറിയിട്ടില്ല, ബിക്കോസ് ആ അമ്പലം എന്നും തുറക്കുന്നതല്ല, അതുകൊണ്ട് നമുക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ,
ഓക്കെ. അപ്പോൾ അതാണ്. അപ്പോൾ കാർമിക് ആണോ എന്ന് അറിയാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാവുന്ന ട്രിഗേഴ്സ് വരും, അവരാണ് കാർമിക് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാതെ ഇരിക്കുന്ന കാലം നിങ്ങളുടെ ജേർണി പുരോഗമിക്കുകയില്ല. അതിങ്ങനെ പോകും, ലാസ്റ്റ് നമുക്ക് തന്നെ മടുക്കും. അപ്പോൾ മാക്സിമം കിട്ടുന്ന ടൈം യൂസ് ചെയ്യുക. എത്ര ടൈം നമുക്ക് ഇനി ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഓരോ ദിവസവും ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണെന്നോ, നിങ്ങളുടെ ലാസ്റ്റ് ഡേ ആകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുക, അതുപോലെ ഒരു കാര്യം പെൻഡിങ് ഇല്ലാതെ ഇന്ന് ഈ ഒരു മൊമെൻറ്റ് കൂടുതൽ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോവുക. ഓക്കെ. കൂടി ഇന്നർ വർക്ക് ചെയ്യും. എല്ലാവർക്കും ഇന്നർ വർക്ക് ചെയ്യാം. ട്വിൻ ഫ്ലെയിംസിന് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്യൂസസ് ഉള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ബർത്ത് എടുത്തത്. അപ്പോൾ പെട്ടെന്ന് ഇന്നർ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ദിവസം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളവിടെ എടുക്കും, കാരണം അത്ര എനർജി പോകും. അങ്ങനെയല്ല, വേണമെങ്കിൽ വീക്കിലി ഒരു ഹീലിംഗ് എടുത്തിട്ട് ഒരു വീക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 41 ഡേയ്സോ 21 ഡേയ്സോ ചെയ്യാം. എന്നിട്ട് അടുത്തത് മെഡിറ്റേഷൻ എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മൺഡേ ഒരെണ്ണം, ട്യൂസ്ഡേ ഒരു മെഡിറ്റേഷൻ, തേഴ്സ്ഡേ അങ്ങനെ ഓരോ 7 ഡേയ്സ് അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ്. സോ ബേസിക്കായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് സെൽഫ് ഫോക്കസും സെൽഫ് ലവ് ആൻഡ് ഫോർഗീവ്നെസ് ആണ്. കാരണം അതാണ് ബേസ്. അത് മാറിയാൽ മാത്രമാണ് ബാക്കി ഏത് മെഡിറ്റേഷൻസ് ചെയ്താലും എഫക്റ്റ് ആവുള്ളൂ. നമ്മുടെ ഉള്ളിൽ അമർഷവും ദേഷ്യവും വാശിയൊക്കെ വെച്ചിട്ട് നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ഫലിക്കില്ല. ചുമ്മാ കേട്ടു ഈ ചെവി കൂടെ പോകും. കാരണം നമ്മുടെ ഉള്ളിലേക്ക് അത് ആ ഒരു എനർജി വരണമെങ്കിൽ അവിടെ ഒരു സ്പേസ് നമ്മൾ ഇട്ടിട്ടിരിക്കണം. നമ്മളിങ്ങനെ മുറുകി പിടിച്ചിരിക്കുമ്പോൾ നമ്മളൊരു മഴ നനഞ്ഞു കഴിഞ്ഞ് ഡ്രസ്സ് മേലൊട്ടിയിരിക്കുന്ന പോലെ, അപ്പോൾ അവിടെ ഇറുകി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫ്രീ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റിക്ക് സറണ്ടർ ചെയ്ത് ഫ്രീ ആയിട്ടിരുന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കാർമിക്കിൻ്റെ കാര്യം മനസ്സിലായാലും നമ്മൾക്ക് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, ഒരു ചെവി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് വളരെ അവരെ കൂടെ ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ലോ എനർജി എപ്പോഴും ടയേർഡായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും സ്പിരിച്വലായിട്ടും ഇൻവോൾവ് ആവാനൊന്നും പറ്റില്ല. പിന്നെ അവരിൽ നിന്ന് സ്പിരിച്വലായിട്ട് നമ്മൾ മൂവ് ചെയ്യും, ബിക്കോസ് അതിലായിരിക്കും നമുക്ക് പീസ് കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരിങ്ങനെയും നമ്മളിങ്ങനെ ചെവി കടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാർമിക് എന്ന് പറയുന്നത്. ഈ ഒരു സോൾമേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? മാച്ചായിരിക്കും. എന്നുവെച്ചാൽ പല കാര്യങ്ങളിലൊക്കെ മാച്ചായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ മാച്ച് ചെയ്ത് പോവും, വലിയ പ്രശ്നങ്ങളില്ല. അതിൽ നിന്നൊന്നും നിങ്ങൾ സ്പിരിച്വലി ഇവോൾവ് ആവില്ല. പക്ഷെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് മിററാണ്. കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ കാണാൻ പറ്റുന്ന പോലെ ആ ഒരു മിററിങ് ആയിരിക്കും. നിങ്ങളിവിടെ ഒരു ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു DMനും ആ ഒരു എനർജി ഉണ്ടായിരിക്കാം. മീൻസ് അങ്ങനെ ഒക്കെ ഒരു മിററിങ് ആയിട്ടാണ് പോവുക. 1111 എന്ന് പറയുന്നത് ഒരു മിററിങ് നമ്പറാണ്. ഏറ്റവും കൂടുതൽ ട്വിൻ ഫ്ലെയിം ജേർണി ഞാൻ കണ്ടിട്ടുള്ളത് 1111 ആണ്. ഒരു മാസ്റ്റർ നമ്പറാണ്, ന്യൂ ബിഗിനിങ്സ് ആണ്. നിങ്ങൾ രണ്ടുപേരും അലൈൻഡ് ആവുന്നു, ഹയ്യർ സെൽഫുമായിട്ട് അലൈൻഡ് ആവുന്നു, അല്ലെങ്കിൽ നിങ്ങൾ യൂണിയൻ ആവാൻ പോകുന്നു എന്നൊക്കെ കുറേ മീനിങ്സ് അതിനുണ്ട്. ഓക്കെ. സോ ഇതാണ് ഷോർട്ടായിട്ടൊരു 3 റിലേഷൻഷിപ്പിന് പറയാൻ സാധിക്കും. കാർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു മിക്സ് എനർജി ആയിരിക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഒരു മിററായിരിക്കും. സോൾമേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാച്ചിങ് എനർജി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കോ മാച്ച് ചെയ്ത് പോകും, പക്ഷെ അവർ തമ്മിൽ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കുഞ്ഞു ഒരു ഇത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അതാണ് സോൾമേറ്റ് എന്ന് പറയുന്നത്. സോൾമേറ്റ്. ഓക്കെ. അവിടെ വേദനിക്കേണ്ടതായിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ വലിയ ഡൗൺഫോളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. പക്ഷെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് തകർന്ന് തരിപ്പണമായിട്ടായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. നിങ്ങൾ രണ്ടുപേരുടെ ലൈഫ് ടൈം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും. അതാണ് മിറർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ ആ പേഴ്സൺ പറയും എനിക്ക് മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് കുറച്ച് എൻ്റെ ഒരു ഏജൻറ്റ് എൻ്റെ പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ട്വിൻ ഫ്ലെയിമിനും ഇതുപോലെ എന്തോ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ പൈസ കൊടുത്തപ്പോൾ അവരും പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സ്റ്റോറീസിലൊക്കെ സിമിലർ ആയിട്ട് വരും. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. സോ താങ്ക് യു.